അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നസീബ എന്ന പേരുള്ള ഖബറിൻ്റെ മീസാങ്കല്ലിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു യുവാവ് അതാ ആ ഒരു രാത്രിയിൽ കരയുകയാണ്. മുക്രി വന്ന് അവനെ കൂട്ടിക്കൊണ്ടുപോയി ആശ്വസിപ്പിച്ചു. അദ്ദേഹത്തിനുള്ള ഭക്ഷണത്തിൽ നിന്ന് അവന് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഒരു തുണിയെടുത്ത് അദ്ദേഹത്തിന് ഉടുക്കാനും കൊടുത്തു. മഴയിൽ അവനാകെ നനഞ്ഞു കുളിച്ചിരുന്നു. എന്നാൽ നസീബയുടെ ഭർത്താവായിരുന്നു അവൻ, ആ മാഷിൻ്റെ മോന്. അതുകൊണ്ട് തന്നെ അതറിഞ്ഞപ്പോൾ മുക്രി അവനെ പറഞ്ഞു, ഈ നിമിഷം തന്നെ ഇവിടുന്ന് പോയിക്കോ, നീ ഇവിടെ നിൽക്കണ്ട. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദേ, നിങ്ങളെങ്കിലും അറിയണം എൻ്റെ മനസ്സൊന്ന് എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് കാല് പിടിച്ചപ്പോൾ മുക്രിക്ക് മനസ്സിനുള്ളിൽ ഒരു ദയ തോന്നുകയാണ്. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. കളരിക്കൽ തറവാട്ടിലെ രാജൻ മാഷിൻ്റെ മോനാണ് അജേഷ്. അമ്മ സുധ ടീച്ചർ. അജേഷിന് ഒരു സഹോദരിയുണ്ട്, അവളും ടീച്ചറാണ്. അച്ഛനും അമ്മയും സഹോദരിയും ടീച്ചറുടെ പാത പിന്തുടർന്നപ്പോൾ അജേഷിന് ഇഷ്ടം ഒരു എൻജിനീയർ ആവുന്നതിലായിരുന്നു. അവൻ +2 കഴിഞ്ഞു എൻജിനീയറിങ്ങിന് പോയി. പഠിക്കുമ്പോൾ തന്നെ ക്യാമ്പസ് സെലക്ഷൻ വഴി അവന് ബാംഗ്ലൂരിൽ ഒരു കമ്പനിയിൽ ജോലിയും കിട്ടി. ബോണ്ട് അടിസ്ഥാനത്തിൽ 2 വർഷത്തെ അവിടുത്തെ ജോലി കഴിഞ്ഞു അവൻ നേരെ ദുബായിലേക്ക് പോയി. ഇപ്പോൾ അവൻ ദുബായിൽ കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. രാജമാഷിൻ്റെ വീടിനടുത്തൊക്കെ മുസ്ലിങ്ങളുടെ വീടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ നാട്ടിൽ ജാതി ഭേദമില്ലാതെ എന്ത് ആഘോഷം നടക്കുന്നുണ്ടെങ്കിലും എല്ലാവരും പങ്കെടുക്കും. രാജേഷ് നാട്ടിലുള്ള സമയങ്ങളിൽ പള്ളിയിൽ നബിദിനം പോലുള്ള പരിപാടിയിൽ കുട്ടികൾക്കുള്ള പായസമൊക്കെ കൊടുക്കുന്നത് രാജമാഷിൻ്റെ വകയായിരിക്കും. കൊല്ലത്തിൽ ഒരിക്കൽ വരുന്ന നേർച്ച അന്നദാനത്തിന് മുന്നിൽ നിൽക്കുന്നത് രാജേഷായിരിക്കും. അതുപോലെ അമ്പലങ്ങളിലെ ഉത്സവങ്ങൾക്കും അവൻ്റെ കൂട്ടുകാർ മുൻപന്തിയിലുണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ അവർ മുസ്ലിങ്ങളും ഹിന്ദുസും അത്രേ നല്ല ബന്ധമായിരുന്നു തുടർന്നിരുന്നത്. ചെറുപ്പം മുതലേ ഇതൊക്കെ കണ്ടു വളർന്നുകൊണ്ട് അജേഷിന് ഇസ്ലാം മതത്തിനോട് കുറച്ച് ആകർഷണം കൂടുതലായിരുന്നു. സുധ ടീച്ചർക്ക്, അതായത് അവൻ്റെ അമ്മയ്ക്കൊരു സഹോദരനുണ്ട്, വിജയരാഘവൻ. അയാൾ അവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെ SI ആണ്. ഒരു കൈക്കൂലി വീരൻ എന്ന് തന്നെ പറയാം. ആര് ക്യാഷ് കൊടുത്താലും അവർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു ക്രിമിനൽ മൈൻഡുള്ള പോലീസുകാരൻ. വലിയ കൊമ്പൻ മീശയും പിശുക്കൻ സ്വഭാവമുള്ള അയാളെ കാണുന്നത് തന്നെ അജേഷിനും കൂട്ടുകാർക്കും വെറുപ്പായിരുന്നു. അജേഷിൻ്റെ കൂട്ടുകാരെ ഈ SIക്ക് തീരെ ഇഷ്ടമല്ല. എപ്പോഴും പെങ്ങളെ വിളിച്ച് അവൻ്റെ കൂട്ടുകെട്ട് ശരിയല്ല കേട്ടോ, മോനെ നല്ല നിലക്ക് വളർത്തിക്കോ എന്നുള്ള ഉപദേശം ആവും. സുധ ടീച്ചർക്ക് ആങ്ങളുടെ സ്വഭാവം അറിയുന്നത് കൊണ്ട് എല്ലാം അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കും. അവർ മോനെ ഉപദേശിക്കാനൊന്നും നിൽക്കാറില്ല. തൻ്റെ മോൻ നേരായ മാർഗത്തിൽ കൂടിയാണ് പോകുന്നതെന്ന് ടീച്ചർക്കും മാഷിനും കൃത്യമായിട്ടറിയാം. അവൻ്റെ കൂട്ടുകാരെയും അവൻ പഠിപ്പിച്ചതുകൊണ്ട് അവർ കാരണം തൻ്റെ മോൻ വഴി തെറ്റിപ്പോയില്ലെന്ന് അവർക്ക് നന്നായി ഉറപ്പുണ്ടായിരുന്നു. എൻ്റെ മോൻ്റെ കൂട്ടുകാർ മുസ്ലിങ്ങളാണ്, അതുകൊണ്ട് തന്നെ അവരത്ര വേണ്ടാത്രൊന്നും ചെയ്യുന്നവരല്ല. അവരും പഠിച്ചവനെ പേടിച്ചൊക്കെ നടക്കുന്ന ചെക്കന്മാർ തന്നെയാണ്. അതുകൊണ്ട് മോൻ്റെ കൂട്ടുകെട്ടിൽ ആ അമ്മക്കും അച്ഛനും പേടിയില്ലായിരുന്നു. ഈ കൊമ്പൻ വിജയരാഘവന് അജുവിനോടും കൂട്ടുകാരോടും ഒക്കെ ദേഷ്യം ആവാൻ കാരണം എന്താണെന്നറിയോ? അജേഷും കൂട്ടുകാരായ റനീഷ്, ഉണ്ണി, ഫാസിൽ, ബിലാൽ ഇവർ 5 പേരും നല്ല കൂട്ടായിരുന്നു. മുസ്ലിംസും ഹിന്ദുസും ഇടകലർന്ന അവരുടെ ഫ്രണ്ട്ഷിപ്പ്. എന്നും വൈകുന്നേരം ഇവർ ഫുട്ബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ പോകുമായിരുന്നു. ഒരു ദിവസം കളി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അടുത്ത പറമ്പിലെ മാവിൽ നിറയെ മാങ്ങ നിൽക്കുന്നത് കണ്ടു. റനീഷ് ഒരു കല്ലെടുത്തൊരു എറിഞ്ഞ കല്ല് നേരെ ഉന്നം തെറ്റാതെ ചെന്ന് വീണത് ഒറ്റക്ക് താമസിക്കുന്ന സരസുവിൻ്റെ ഓട്ടിൻ പുറത്ത്. നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് സരസ് വീടിന് പുറത്തിറങ്ങി. അതെ, അവരുടെ വേഷമാണെങ്കിൽ വളരെയധികം ചെറിയൊരു വസ്ത്രം, അതായത് പൊക്കിളിന് താഴെയുള്ള ചെറിയൊരു മുണ്ടും ബ്ലൗസും മുടിയൊക്കെ അഴിച്ച് പരത്തിയൊരു ഭ്രാന്തിയെപ്പോലെ അവൾ അലറി വിളിച്ചു. അയ്യോ, ഓടി വരണേ, ഞാൻ എന്ത് അപരാധം ചെയ്തിട്ട് അയ്യന്മാർ എൻ്റെ വീടെറിഞ്ഞ് പൊളിക്കുന്നത്, ഓടി വരണേ. ഇത് കണ്ട് അജേഷും കൂട്ടുകാരും അമ്പരന്നു. ഈ പെണ്ണും പിള്ളക്ക് ഇത് എന്തു പറ്റി?
അവർ ഒന്നും മനസ്സിലാവാതെ മുഖത്തോട് മുഖം നോക്കി. ചേച്ചി, ഞങ്ങൾ മാവിലേക്ക് കല്ലെറിഞ്ഞപ്പോഴേ അറിയാതെ അവരെ മുഴുപ്പിക്കാൻ സാധിക്കാതെ സരസുവിൻ്റെ കരച്ചിലിന് ശക്തി കൂടി. അതെ ദേവി, ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണല്ലോ ഇവന്മാർ യാതൊരു ദൈവവുമില്ലാതെ എറിഞ്ഞു പൊളിക്കുന്നേ, രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ വീണ്ടും അലറി വിളിക്കുകയാണ്. അപ്പോഴാണ് കൊമ്പൻ വിജയരാഘവൻ പോലീസിൻ്റെ ജീപ്പ് അതുവഴി വരുന്നത്. അയാളെ കണ്ടതും സരസുവിൻ്റെ കരച്ചിലിന് ശക്തി കൂടി. അവൾ ജീപ്പിന് മുന്നിലേക്ക് ഇറങ്ങി നിന്ന് വീണ്ടും ഉറക്കെ കരയാൻ തുടങ്ങി. സാറേ, ഇവന്മാരെൻ്റെ വീട് പൊളിച്ചു. വീട്ടിൽ കയറാൻ നോക്കി സാറേ. ഒറ്റയ്ക്ക് താമസിക്കുന്നൊരു പാവം സ്ത്രീയാണ് ഞാൻ എന്നറിഞ്ഞുകൊണ്ട് ഇവന്മാരിങ്ങനെ ചെയ്തത്. അത് ഇവരെൻ്റെ റൂമിലേക്ക്, എൻ്റെ വീട്ടിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. അതിന് മാത്രം എന്ത് തെറ്റാണ് ദൈവമേ ഞാൻ ചെയ്തത്? ഉണ്ണീന്ന് വിരിഞ്ഞിട്ടില്ല, അതിനു മുമ്പ് ഇവന്മാർ എൻ്റെ വീട്ടിലേക്ക് വരാൻ നിൽക്കുകയാണ്. സരസു തലക്കടിച്ച് കരഞ്ഞുകൊണ്ട് നിലത്ത് കുനിഞ്ഞിരുന്നു. അപ്പോഴും അജേഷും കൂട്ടരും ഒന്നും മനസ്സിലാവാതെ വായും വിളിച്ച് അന്താളിച്ച് നിൽക്കുകയായിരുന്നു. കാരണം സരസു അത്രക്ക് മോശമായ രീതിയിൽ ആ നല്ല ഒരു തെറ്റും ചെയ്യാത്ത ചെക്കന്മാരെ കുറിച്ച് പറഞ്ഞു. കാരണം അവർ ശരിയാണ്, അവരുടെ പ്രായത്തിൻ്റെ ഇതുകൊണ്ട് മാവേലി കല്ലെറിഞ്ഞു, അത് നേരെ അവരുടെ വീടിൻ്റെ മുകളിൽ വീണു. പക്ഷെ പറഞ്ഞത് മറ്റൊന്നായിരുന്നു. ഇവരെൻ്റെ വീട്ടിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുകയാണ്, അത്രയൊന്നും പ്രായമായിട്ടില്ലല്ലോ, ഈ കുട്ടികളെ ബുദ്ധി എന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പറയുന്നത്. എന്നാൽ സരസുവിൻ്റെ കണ്ണുനീര് അധിക നേരം കണ്ടു നിൽക്കുവാനുള്ള ശേഷി ഇല്ലായിരുന്നു ആ പോലീസിന്. വാഹനത്തിൽ നിന്ന് കൊമ്പൻ വീശ പിടിച്ചുകൊണ്ട് അയാൾ ജീപ്പിൽ നിന്ന് ചാടി ഇറങ്ങി. പോലീസ് വരുന്നത് കണ്ടപ്പോൾ അജേഷ്, അതായത് പെങ്ങളുടെ മകന്, കൂട്ടുകാരുടെ പിന്നിലേക്ക് മാറി. പെട്ടെന്ന് ഓടിപ്പോകാൻ പറ്റില്ലല്ലോ. കൊമ്പൻ അവരുടെ മുമ്പിലെത്തി എല്ലാവരെയും സൂക്ഷിച്ചു നോക്കി. അയാളുടെ കണ്ണുകൾ അജേഷിൻ്റെ മുഖത്ത് തറച്ചു നിന്നു. ആ, മരുമോനുണ്ടല്ലോ, അയാൾ പരിഹസിച്ചു. നിങ്ങളിവിടെ ചെയ്യുന്നതും കാട്ടിക്കൂട്ടുന്നതും എനിക്കറിയില്ല എന്നാണ് നിങ്ങളുടെ വിചാരം? എൻ്റെ പെങ്ങളുടെ മകൻ. അവനൊന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നു. അയാൾ തിരിഞ്ഞു റെനീഷിൻ്റെയും ഉണ്ണിയുടെയും ഫാസിലിൻ്റെയും ബിലാലിൻ്റെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. നീയാ വക്കീലിൻ്റെ മോനല്ലടാ? അയാൾ രൂക്ഷമായി റെനീഷിനെ നോക്കി കണ്ണുരുട്ടി. അവൻ അതേന്ന് തലയാട്ടി. ആരടാ നിങ്ങളെ ഈ പാവം പിടിച്ച സ്ത്രീയെ പീഡിപ്പിക്കാൻ പറഞ്ഞത്? അയാൾ അവർക്ക് ചുറ്റും നടന്നു. ആഹാ, നിങ്ങൾ കൊള്ളാമല്ലോ, നിങ്ങൾ 4-5 പേരൊരു പെണ്ണിൻ്റെ അടുത്തേക്ക് വന്നിക്കുക അല്ലേ? ആഹാ, തരക്കിടില്ല. ഒരു നിമിഷം പീഡനോ? അവർ ഒരുപോലെ ഞെട്ടി. ഈ ചെറ്റത്തരത്തിന് എന്താടാ പിന്നെ പറയാ? നിങ്ങൾ കാട്ടുന്നതൊക്കെ ചെയ്യുന്നതൊക്കെ ആ സ്ത്രീ എന്നോട് പറഞ്ഞു. ഞങ്ങൾ എന്ത് ചെയ്തെന്നാ? ഫുട്ബോൾ കളി കഴിഞ്ഞിരുമ്പോൾ ഇവരുടെ മാവിനെ കല്ലെറിഞ്ഞതാണോ ഞങ്ങൾ ചെയ്ത പീഡനം? പറ സാറേ. നീ കൂടുതൽ എങ്ങോട്ടും ഉണ്ടാക്കേണ്ട, ഇതൊരു കേസാക്കിയാൽ ജാമ്യം പോലും കിട്ടില്ലടാ നിനക്കൊക്കെ. പോലീസ് അവരെ ഭീഷണിപ്പെടുത്തി. സാറ് അങ്ങനെ ഞങ്ങളെ ഇരുത്താൻ നോക്കണ്ട. എൻ്റെ ബാപ്പൊരു വക്കീലാണെങ്കിലും എനിക്കറിയാം കുറച്ചൊക്കെ നിയമം. സാറിപ്പോൾ ഞങ്ങളെ മുമ്പിൽ ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ്. സാറിന് ആ നിൽക്കുന്ന സ്ത്രീയോടുള്ള അനുകമ്പ ഈ നാട്ടിലെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സാറിപ്പോൾ പോയേ, വെറുതെ എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കണ്ട. പോലീസിൻ്റെ നാവ് ഒരു നിമിഷം ഇറങ്ങിപ്പോയി. അയാൾ റനീഷിനെ നോക്കി മുഷ്ടി ചിരിച്ചിട്ടിക്കൊണ്ട് പല്ലെറുമ്പി. കാണിച്ചു തരാടാ നിങ്ങൾക്കൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടടാ. അയാൾ പിറുപിറുത്തു. സാർ ഒന്നും ചെയ്യില്ല, സാറ് പോയേ, അവൻ വീണ്ടും പറഞ്ഞു. നിന്റെ തന്ത വക്കീലാണെന്നുള്ള അഹങ്കാരം ഒന്നും വേണ്ടടാ, ഒക്കത്തിനെ ഞാൻ ഒതുക്കും. അയാൾ ഭീഷണി മുഴക്കി. സാർ ഒലത്തും, ഒന്ന് പോ സാറേ, വീണ്ടും അവൻ പറഞ്ഞു. അയാൾ നേരെ അജേഷിൻ്റെ മുമ്പിലെത്തി. അവൻ കുറച്ച് പേടിയോടെ പിന്നോക്കം മാറി. കയറടാ വണ്ടിയിൽ. കയറാനാ പറഞ്ഞത്. നിന്നെങ്ങനെ അഴിച്ചു വിട്ടത് നിനക്കുള്ളത് ഞാൻ വാങ്ങിത്തരാം. അയാൾ അജേഷിൻ്റെ കയ്യിൽ ബലമായി പിടിച്ച് ജീപ്പിനുള്ളിലേക്ക് തള്ളിക്കയറ്റി. അതെ, നിനക്കുള്ളത് ഞാൻ തരാടാ. അപ്പോഴേക്കും സരസു വീടിനുള്ളിലേക്ക് കയറിപ്പോയിരുന്നു. സരസവും കൊമ്പൻ രാഘവൻ എന്ന പോലീസും ഉള്ള ഡിങ്കോ ഡോൾഫിൻ നാട്ടിൽ മുഴുവൻ പാട്ടാണ്. വിജയരാഘവൻ്റെ ഭാര്യയ്ക്കും ഇതറിയാം. ഇതേക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ അയാൾ ആ പാവം സ്ത്രീയെ ഉപദ്രവിക്കും. ഇപ്പോൾ അവർ ഒന്നും അറിയാത്ത പോലെ എല്ലാം സഹിച്ച് ജീവിക്കുകയാണ്. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരം ഉണ്ടായാൽ ഞാൻ സരസുവിൻ്റെ കൂടെ പൊറുതി തുടങ്ങുമെന്ന് അവരെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അതെ, ഇതിനെക്കുറിച്ച് ഇനി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓളെ കൂടെ ഞാനങ്ങ് ജീവിക്കും. അതെ, അവളെ അങ്ങ് കെട്ടിയിട്ട്.
മിണ്ടിപ്പോവരുത് നീ. അങ്ങനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു അവരുടെ പതിവ്. മുസ്ലിം കുട്ടികളോട് കൂടുതൽ അടുപ്പമുള്ള അജേഷ്, അത് അവന് മുസ്ലിങ്ങളെ സംസ്കാരവും അവരുടെ എല്ലാ കാര്യത്തിലും പങ്കെടുക്കും. നബിദിന പരിപാടിക്കായാലും ഒക്കെ എല്ലാത്തിനും വളരെയധികം ആക്റ്റീവായിട്ട് എല്ലാത്തിനും ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ ഉഷാറായിരുന്നു അവരെല്ലാവരും. അതുകൊണ്ട് തന്നെ മുസ്ലിം എന്നുള്ളത് അവൻ്റെ ഒരു സ്വപ്നമായിരുന്നു. ഈ സമയം സുധേ, ഡി സുധേ, മുറ്റത്ത് നിന്ന് ഉച്ചത്തു നിന്നുള്ള വിളിയൊച്ച കേട്ടിട്ടാണ് പശുക്കൾക്ക് കാടിവെള്ളം കലക്കി കൊടുക്കുന്ന സുധ ടീച്ചർ തല ഉയർത്തി നോക്കിയത്. മകൻ്റെ കൈയും പിടിച്ച് മുറ്റത്തേക്ക് കയറി വരുന്ന ആങ്ങളെ കണ്ട് സാരിത്തുമ്പിൽ കൈ തുടച്ചു സുധ ടീച്ചർ വേഗം മുറ്റത്തേക്ക് വന്നു. നിന്നോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് മകനിങ്ങനെ കയറൂരി വിടരുതെന്ന്. എന്തെങ്കിലും കേസുമായി വന്നിട്ട് എൻ്റെ മുന്നിൽ വന്ന് മൂങ്ങിയിട്ട് കാര്യം ഉണ്ടാവില്ല. പറഞ്ഞതും അയാൾ അജേഷിനെ ടീച്ചർക്ക് നേരെ ഉന്തി. ടീച്ചർ മകനെ വട്ടം പിടിച്ചില്ലായിരുന്നെങ്കിൽ അവൻ താഴെ പോയിന്. ഓ, എന്തെങ്ങനൊരു തള്ളല്, അവൻ വീണു പോവില്ലേ? എന്തേട്ട കാര്യം? ഇവൻ എന്ത് ചെയ്തത്? ടീച്ചർ ആങ്ങളയുടെ മുഖത്തെ കുറ്റുനോക്കി. നീ അവനോട് തന്നെ ചോദിക്ക്. ടീച്ചർ ചോദ്യഭാവത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇനിയിപ്പോൾ അവനെ ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട. അവനക്കുള്ള ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ പ്രായത്തിൽ തന്നെ അവന് സരസുവിൻ്റെ എന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ട. നിന്റെ മോനായിപ്പോയി. അവൻ എന്തെങ്കിലും പറയാൻ വായ തുറക്കുന്നതിന് മുമ്പ് തന്നെ കൊമ്പൻ രാഘവൻ ചാടി പറഞ്ഞു. സുധ ടീച്ചർ വായും പൊളിച്ച് മകനെയും ആങ്ങളെയെയും മാറി മാറി നോക്കി. എൻ്റെ ദൈവം, ഞാനെന്തേ കേൾക്കണത്? ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞതാ ഇവൻ്റെ കൂട്ടുകെട്ട് ശരിയല്ല. ആ വക്കീലിൻ്റെ ചെക്കനൊക്കെയല്ലേ ഉള്ളത്. അവരൊക്കെ മുസ്ലിങ്ങളും കൂടിയാണ്. അവരെ കൂടെ വല്ലാതെ അങ്ങനെ നടത്തണ്ട. എങ്ങനെ നന്നാവാനാ? അയാൾ ഇതും പറഞ്ഞ് ഒരു സിഗരറ്റിന് തീ കൊളുത്തി പുകയൂതി വിട്ടുകൊണ്ട് പുറത്തേക്കിറങ്ങി ജീപ്പിൽ കയറി ഓടിച്ചു പോയി. അമ്മയുടെ ആങ്ങളൊന്നും ഞാൻ നോക്കില്ലട്ടാ. ചൊറിഞ്ഞു വരുന്നുണ്ട് എനിക്ക്. മോനെ, എന്തൊക്കെ മോനെ ഞാൻ കേൾക്കുന്നത്? മോനെ, നമുക്കതൊക്കെ ചേർന്നതാണോ? എൻ്റെ കുട്ടി കേടെന്നോ? ഞാൻ പറഞ്ഞല്ലോ അമ്മേൻ്റെ ആങ്ങള നോക്കൂലട്ടോ. ഞങ്ങളോട് കളിച്ചാലേ കളി ഞങ്ങൾ തിരിച്ചു പഠിപ്പിച്ചു കൊടുക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. അജേഷ് ദേഷ്യം കൊണ്ട് വിറച്ചു. നീ ഒന്നും മിണ്ടാതിരിക്കും മോനെ. നിൻ്റെ അച്ഛനും അമ്മയും നിൻ്റെ കൂടെയുണ്ട്. നീ തെറ്റായൊരു മാർഗത്തിൽ കൂടി പോവില്ലെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. ഇതിൽ കൂടുതൽ നിനക്ക് എന്താ വേണ്ടത്? ടീച്ചർ അവൻ്റെ പുറത്ത് തലോടി. അപ്പോഴാണ് അങ്ങോട്ട് ഫാസിലും റനീഷും ബിലാലും കയറി വന്നത്. മക്കളെ, നിങ്ങൾ ചായ എടുക്കട്ടെ? ടീച്ചർ ചോദിച്ചു. വേണ്ട ടീച്ചറെ, ഞങ്ങൾ കൊമ്പന് പോയപ്പോൾ ഇങ്ങോട്ടൊന്ന് കയറിയതാ. എന്നാൽ മക്കൾ ഇവിടെ ഇരിക്കേ, ഞാൻ പശുവിന് വെള്ളം കൊടുക്കട്ടെ? പറഞ്ഞുകൊണ്ട് ടീച്ചർ തൊഴുത്തിന് നേരെ നടന്നു. ഓരോ തമാശകൾ പറഞ്ഞും ചിരിച്ചും കളിച്ചും അവരെങ്ങനെ ഇരുന്നു. അപ്പോഴാണ് രാജൻ മാഷ് അങ്ങോട്ട് കയറി വന്നത്. എല്ലാവരും നിശബ്ദരായി ബഹുമാനത്തോടെ എഴുന്നേറ്റു. ഇത് ക്ലാസ് മുറിയൊന്നുമല്ലല്ലോ പിള്ളേരെ, മാഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ നിങ്ങളുടെയൊക്കെ ഭാവി പരിപാടി? മാഷ് അവരെ മാറി മാറി നോക്കി. അവർ ചെറുപുഞ്ചിരിയോടെ മുഖത്തോട് മുഖം നോക്കി. സുധേ, ഇവർക്ക് ചായ എടുത്തോടി? മാഷ് അകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു ചോദിച്ചു. ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞതാ മാഷേ, ഫാസിൽ പറഞ്ഞു. ഇനിയിപ്പോൾ റിസൾട്ട് വന്നാലേ എല്ലാവരും ഓരോ വഴിക്ക് തിരിയും. ഒരു കാലം കഴിഞ്ഞാലും നിങ്ങൾ തമ്മിലുള്ള സൗഹൃദമെന്ന് നിലനിർത്തണം കേട്ടോ. ഇപ്പോഴത്തെ കാലത്ത് കാണാൻ കിട്ടൂല ഇതുപോലുള്ള കൂട്ടുകെട്ട്. അതെ, നിങ്ങൾ 2 പേര് ഹിന്ദുസ് ആണെങ്കിൽ 3 പേര് മുസ്ലിംസാ. എന്നാലും നിങ്ങൾ തമ്മിലുള്ള സ്നേഹം അത് തന്നെ വലിയൊരു സുഖമുള്ള കാഴ്ചയാണ്. മാഷ് അകത്തേക്ക് കയറിപ്പോയി. മാഷ് എന്തർത്ഥത്തിലാണ് അങ്ങനെ പറഞ്ഞതെന്ന് അവർക്ക് മനസ്സിലായില്ല. അവർ മുഖത്തോട് മുഖം നോക്കി. അജേഷ് അവരെ നോക്കി കണ്ണുറുക്കി എന്നിട്ട് പറഞ്ഞു. അതായത് രമണ, വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മൾ ഓരോരോ മേഖലകളിൽ എത്തിപ്പെട്ടാലും നമ്മുടെ സൗഹൃദത്തിനൊരു കോട്ടവും സംഭവിക്കരുത് എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. ഒരു മലയാള അധ്യാപകനായതുകൊണ്ട് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് പാടാണ്, കുറച്ച് സാഹിത്യം കൂടും. അവർ ചിരിച്ചു. അത് ഞങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മൾ അതിന് പിരിയാൻ പോകുന്നില്ലല്ലോ, അതിലൊരുത്തൻ പറഞ്ഞു. നീ അച്ഛനങ്ങനെ കളിയാക്കിക്കോടാ. അജുവിൻ്റെ സംസാരം കേട്ടുകൊണ്ട് വന്ന സുധ ടീച്ചർ ചിരിയോടെ പറഞ്ഞു. ടീച്ചറെ, ഞങ്ങൾ ഇറങ്ങുക. ശരി മക്കളെ, നിങ്ങൾ ചായ കുടിക്കാതെ? അല്ല ടീച്ചറെ, എപ്പോഴും ചായ ഉണ്ടാക്കി തരാറില്ലേ? ഇന്ന് വേണ്ട. അവർ ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇപ്പോൾ അവരെല്ലാവരും രാജമ്മാഷ് പറഞ്ഞ പോലെ ഓരോ മേഖലയിലാണ്. എങ്കിലും അവരുടെ കൂട്ടുകെട്ട് പഴയ പോലെ തന്നെയുണ്ട്.
എല്ലാവരും കൂടി ഒന്ന് കൂടാൻ പറ്റിയില്ലെങ്കിലും ഉള്ളവർ പരസ്പരം കാണാറുണ്ടായിരുന്നു. എന്തായിരിക്കും അവരുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചത്? അജേഷ് എന്നു പേരുള്ള ആ യുവാവ് മുസ്ലിമായി അതിനുശേഷം എന്തിനായിരിക്കും ഖബറിങ്ങൽ വന്ന് കരഞ്ഞത്? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.